പ്രിയപ്പെട്ട കൂട്ടുകാരെ, അക്ഷരപൂജയിൽ ഇന്ന് പുസ്തക വായനയല്ല, ഇന്നൊരു പാചകമാണ്. വരൂ എല്ലാവരും. കുറേ വിഭവങ്ങൾ കൊണ്ട് അത്യാവശ്യം പണച്ചെലവൊക്കെയുള്ള ഒരു കുക്കിംഗ് ആണെന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിക്കുന്നത്. അപ്പോൾ നമുക്കതിന് വേണ്ട സാധനങ്ങളാണ് പല കളറുള്ള ക്യാപ്സിക്കം, പച്ച, മഞ്ഞ, ചുവപ്പ് ക്യാപ്സിക്കങ്ങൾ വാങ്ങിയിട്ട് അതും എടുക്കുക, കഴുകി വൃത്തിയാക്കി എടുക്കുക. എന്നിട്ട് നമ്മുടെ ആവശ്യത്തിനുള്ളത് വളരെ മെലിഞ്ഞ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് വയ്ക്കുക. അത് അധികം വേവുള്ള പച്ചക്കറിയല്ല, വേഗമാകും. പിന്നെ നമ്മൾക്ക് വേണ്ട സാധനങ്ങൾ, ഇലകൾ ധാരാളം ചേർക്കുന്നുണ്ട്. മല്ലിയില, പുതിനയില, അതൊക്കെ നമുക്ക് ആവശ്യമാണ്. പുതിനയില വാങ്ങിയിട്ട് നമ്മൾ കുറച്ച് വെള്ളത്തിലേക്കാക്കി വെച്ചാൽ അതെപ്പോഴും ഫ്രഷായിട്ടിരിക്കും. കുറച്ച് ദിവസം വെള്ളത്തിലിട്ട് വെച്ച പുതിനയിലയാണ്. അപ്പോൾ അതിൻ്റെ ഇലകൾ അടർത്തിയെടുക്കണം. മല്ലിയില നമ്മൾ നന്നായിട്ട് കഴുകി വേണ്ടത്ര അരിഞ്ഞെടുക്കുക. ഒരു പിടി വേണം. അത് ഒരു കെട്ടിൻ്റെ തലപ്പ് ഇങ്ങനെ ഉള്ളി എടുത്താൽ മതി. തലപ്പ് ഇങ്ങോട്ട് മുറിച്ചെടുത്തിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക കഴുകിയിട്ട്. പിന്നെ നമുക്ക് വേണ്ടത് 1 കപ്പ് ഗ്രീൻ പീസാണ്. അത് ഉണക്ക വെള്ളത്തിലിട്ടതല്ല, നമ്മൾ ഫ്രോസൺ ആയിട്ട് വാങ്ങാൻ കിട്ടും. പച്ച ഗ്രീൻ പീസ് അത് തന്നെ വാങ്ങണം. അത് 1 കപ്പ് എടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് പനീറാണ്. പനീർ ഒരു 300 ഗ്രാമാണ് എടുക്കുന്നത്. 300 ഗ്രാം പനീർ. മിൽക്കി മിസ്റ്റിൻ്റെ പനീറാണ്. അമൂലിൻ്റെ ഒക്കെ കട്ട് ചെയ്തതൊക്കെ കിട്ടും. നമ്മൾ ഏതെങ്കിലും ഒന്ന് വാങ്ങുക. ഇത് കട്ട് ചെയ്യാത്തതാണ്. അപ്പോൾ നമ്മളത് ക്യൂബായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇത് 500 ഗ്രാം ഉണ്ട്. അതിൽ 300 ഗ്രാം മതി പിന്നെ നമുക്ക് വേണ്ടത് കശുവണ്ടിപ്പരിപ്പ് വേണം. ഒരു 200 ഗ്രാമൊക്കെ വേണം കശുവണ്ടിപ്പരിപ്പ്. നല്ലോണം അതിൽ പകുതിയിൽ എങ്ങനെ കിട്ടണം നമുക്ക്. അപ്പോൾ ആവശ്യത്തിന് എടുക്കുക. ഇത് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഉപയോഗിക്കുക. കഴുകി നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ് ഈ ക്യാപ്സിക്കങ്ങളൊക്കെ. പച്ച, ചുവപ്പ്, മഞ്ഞ. അങ്ങനെ ഇതൊക്കെ നമ്മൾ അരിഞ്ഞ് എടുക്കുക. ഒരു സവാള ഇതിൻ്റെ കൂടെ അരിഞ്ഞ് എടുക്കുക, അല്ല നീളത്തിൽ അരിഞ്ഞെടുക്കുക. ആവശ്യത്തിന് എടുത്താൽ മതി. നമുക്ക് ബാക്കി ഉണ്ടെങ്കിൽ വീണ്ടും പാചകത്തിന് എടുക്കുക. അതൊക്കെ കൂടെ ഫ്രിഡ്ജിലേക്ക് വെച്ചാൽ മതി. ഞാൻ എല്ലാത്തിൻ്റെ പകുതിയാണ് എടുത്തത്. 300 ഗ്രാം പനീർ തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണത്. പിന്നെ നമ്മൾ ഈ ഗ്രീൻ പീസ് നന്നായിട്ട് കഴുകിയിട്ട് വേണം എടുക്കാൻ. അത് വെള്ളത്തിലിട്ട് അതിൽ ഐസ് കട്ട പോലെ ഉണ്ടാവും. അതൊക്കെ നമ്മൾ എടുത്ത് മാറ്റി അതിന് ശേഷം അത് പിന്നെ നന്നായിട്ട് കഴുകി അതും എടുത്ത് ഇതിൻ്റെ കൂടെ ഇട്ട് വെക്കുക. കശുവണ്ടിപ്പരിപ്പ് വെള്ളത്തിലിട്ട് കുറച്ച് നേരം കഴിയുമ്പോഴേക്കും അത് കുതിർന്ന് വരും. അപ്പോൾ വെന്ത് കിട്ടാൻ എളുപ്പമുണ്ട്. കശുവണ്ടിപ്പരിപ്പ് ഇത് നമ്മൾ ചാറായിട്ടല്ല ഉണ്ടാക്കുന്നത്, ഒരു വറ്റിച്ച കറിയായിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇത് ചാറായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ കശുവണ്ടിപ്പരിപ്പ് അരച്ച് ചേർക്കാം. കുറച്ച് തേങ്ങാപ്പാലും കൂടി ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു കറിയായിട്ട് എടുക്കാം. അപ്പോൾ ചപ്പാത്തിക്കും അപ്പത്തിനും ഒക്കെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. ചോറിനും പറ്റും. ഞാനിത് ഡ്രൈ ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. കശുവണ്ടിപ്പരിപ്പ് കുതിർന്നിട്ടുണ്ട്. അത് കുതിർത്തി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേവിക്കാൻ എളുപ്പമുണ്ട്. ഗ്രീൻ പീസാണ്, ഫ്രോസൺ ഗ്രീൻ പീസ്. സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും പച്ചയായിട്ടുള്ളത്. അത് നമ്മൾ വാങ്ങിയിട്ട് കഴുകിയെടുക്കുക. നല്ല തണുപ്പായിരിക്കും. അപ്പോൾ അത് എടുത്ത് അത് നമ്മൾ ഉപയോഗിക്കുക.
നന്നായി കഴുകിയെടുക്കണം. നല്ല കരിയും പച്ച കളറായിരിക്കും. കുറേ ഐറ്റങ്ങൾ കൊണ്ടാണ് ഇത് തയ്യാറാക്കുന്നത്. ഒരുപാട് സാധനങ്ങൾ വേണം. അപ്പോൾ നമുക്ക് എപ്പോഴൊന്നും തയ്യാറാക്കാൻ പറ്റിയ ഭക്ഷണമല്ല അത്. കുറേ സാധനങ്ങൾ, പിന്നെ വളരെ ന്യൂട്രീഷ്യസ് ആണ്. പക്ഷേങ്കിൽ അതേസമയം തന്നെ ഇത് അത്ര ഹെൽത്തി ഒന്നും അല്ല കേട്ടോ. ഇതിൽ കുറേ നമ്മൾ നെയ്യും അണ്ടിപ്പരിപ്പും ഒക്കെ ചേർത്തിട്ട് ഉണ്ടാക്കുന്നുണ്ട്. എപ്പോഴൊന്നും ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയതല്ല. വല്ലപ്പോഴും വല്ല വിശേഷ അവസരങ്ങളിലൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയൊരു വിഭവമാണ്. വർഷത്തിലൊരു 2 പ്രാവശ്യമൊക്കെ ഇത് ഉണ്ടാക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റിലങ്ങ് മനുഷ്യൻ കഴിച്ചു പോകും. അത് ഹെൽത്തിന് അത്ര നല്ലതൊന്നുമല്ല. പനീർ വെജിറ്റേറിയൻസിന് വളരെ ഇഷ്ടപ്പെടുന്നൊരു ഫുഡാണ്. പനീർ നമ്മൾ മുറിച്ചെടുത്തിട്ട് ആവശ്യത്തിന് എടുത്തിട്ട് ക്യൂബായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇത് 1/2 കിലോ ഉള്ള ഒരു പനീറാണ്. അതിൽ നിന്ന് നമ്മൾ കുറച്ച് നെയ്ക്കൊരു 300 ഗ്രാം നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു 3/4 ഭാഗവും ഇങ്ങ് എടുക്കുക. ക്യൂബായിട്ട് കട്ട് ചെയ്തെടുക്കണം. നല്ല രസമുള്ളൊരു പണിയാണ്. എനിക്കിഷ്ടം അത് കട്ട് ചെയ്തെടുക്കുക ക്യൂബായിട്ട്. ഇത് വറുത്തിട്ട് വേണമെങ്കിൽ ഉണ്ടാക്കാം. അപ്പോൾ തീരെ ഹെൽത്തി ആയിരിക്കില്ല. വീണ്ടും നമ്മൾ ഒരുപാട് നെയ്യൊക്കെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കണം. ഇത് ഈ ക്യൂബ് നെയ്യിൽ പതുക്കെ വറുത്തിട്ടാണ് സാധാരണ ഉണ്ടാക്കുക. അപ്പം ഞാനത് ചെയ്യുന്നില്ല. തിന്നിട്ട് നമ്മൾ തന്നെ ചത്തുപോകും. അതുകൊണ്ടത് ഇത് ക്യൂബായിട്ട് കട്ട് ചെയ്ത്, പിന്നെ അധികം ഇളക്കാൻ പാടില്ല എന്നേ ഉള്ളൂ. അത് നമ്മൾ നെയ്യിൽ കടുക് വറുക്കുന്ന അതിലേക്ക് അങ്ങ് ഇട്ടിട്ട് പതുക്കെ വഴറ്റിയെടുത്താൽ മതി. അപ്പോൾ അതേപോലെ തന്നെ ഫ്രൈ ആയിട്ട് കിട്ടും. സാധാരണ വറുത്തും കൂടി ഉണ്ടായിട്ടെടുക്കുമ്പോൾ ഒരുപാട് നെയ്യൊക്കെ അതിലേക്ക് പിടിക്കും. പാലുൽപ്പന്നങ്ങളും പിന്നെ കുറേ ഇത് നട്ട്സും ഒക്കെ കൂടിയാണ് ഉപയോഗിക്കുന്നത്. ഞാൻ തേങ്ങാപ്പാൽ ഉപയോഗിക്കുന്നില്ല. എല്ലാം കൂടി ആകുമ്പോഴത്തിന് ഭയങ്കര വളരെ റിച്ചായിട്ട് മാറും. അപ്പം അത് പറ്റില്ല. നമ്മൾ കഴിക്കേണ്ട സാധനമല്ലേ. അങ്ങനെ ഇതൊക്കെ കൂടി നമ്മൾ അരിഞ്ഞ് എല്ലാം കഴുകി അരിഞ്ഞ് മാറ്റി വെക്കുക. കുറച്ച് നേരത്തെ പണിയുണ്ട്, കുറച്ചധികം നേരത്തെ പണിയുണ്ട്. ഒരു സവാളയും 2 തക്കാളിയും കൂടി എടുക്കുക. നമ്മുടെ ഇലകളൊക്കെ അരിഞ്ഞ് വെക്കുക. കുറച്ച് പുതിനയില ഒരു 6-7 തണ്ട് മതി. പിന്നെ മല്ലിയില കുറച്ചധികം വേണം. മല്ലിയില ഒരു കെട്ട് മല്ലിയുടെ മുകൾ ഭാഗം ഇങ്ങോട്ട് മുറിച്ചെടുക്കുക. തലപ്പ് ഇല തണ്ടധികം കൂടാതെ. കട്ട് ചെയ്ത് വെക്കുക. കുറേ സമയം എടുക്കും ഇത് കട്ട് ചെയ്യാനും എണ്ണിപ്പെറുക്കി എടുക്കാനും ഒക്കെ ആയിട്ട്. പെട്ടെന്ന് ഉണ്ടാക്കാവുന്നൊരു കറിയല്ല.
കുറച്ച് നേരം എടുക്കുന്നൊരു കറിയാണ്. മുറിച്ചൊക്കെ കഴിഞ്ഞാൽ പിന്നെ പണിയില്ല, കുക്കിംഗ് എളുപ്പമാണ്. നന്നായിട്ട് നേരം നിന്ന് പണിയെടുക്കാനുണ്ടാവും. കുറേ സാധനങ്ങൾ അങ്ങനെ എണ്ണിപ്പെറുക്കി വെക്കണം. ഇതിൽ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതും കുറച്ച് വെളുത്തുള്ളി ചതച്ചതും നെയ്യും ആണ് ഉപയോഗിക്കുന്നത്. മിൽമയുടെ നെയ്യാണ് ഞാൻ ഉപയോഗിക്കുന്നത്. കുറച്ചധികം ഒഴിച്ച് തന്നെ ഉണ്ടാക്കണം. ഈ പനീറൊക്കെ ഒന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതൊന്നും അധികം വേവുള്ള സാധനമൊന്നുമല്ല. ഞാൻ കുറച്ച് വെള്ളം ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. കാരണം മഞ്ഞളൊക്കെ ഇട്ട് എല്ലായിടത്തും എത്തിപ്പിടിക്കണമെങ്കിൽ ഒരിത്തിരി വെള്ളം ഒഴിച്ചാൽ അതിലേക്ക് അങ്ങ് പിടിക്കുക. അത് ആദ്യം ഒന്ന് വഴറ്റിയിട്ട് വേണം ഒരിത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. കുറച്ച് തക്കാളിയൊക്കെ വെള്ളം ഇറങ്ങി വരുന്ന പച്ചക്കറി തന്നെയാണ്. ക്യാപ്സിക്കമൊക്കെ കുറച്ച് ജീരകം ഇടുക, കടുക്, വെളുത്തുള്ളി, ചെറിയുള്ളി, വറ്റൽമുളക്, നെയ്യ്, ജീരകം ലാസ്റ്റ് ഇട്ടാൽ മതി. പിന്നെ അത് പൊട്ടി വരുമ്പോഴേക്കും നമ്മൾ പനീറൊക്കെ കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് പതുക്കെ ഒന്ന് വഴറ്റുക. ഇളക്കി പൊടിച്ച് കളയാതെ വഴറ്റണം. വറുത്തതല്ലാത്ത കൊണ്ട് പൊടിയാൻ സാധ്യതയുണ്ട്. അപ്പോൾ സൂക്ഷിച്ചിട്ട് വഴറ്റി കൊടുക്കുക. നെയ്യിലേക്ക് ഇട്ട് കഴിയുമ്പോഴേക്കും അതിനൊരു ബലം വയ്ക്കും. നല്ല കളർഫുള്ളായിട്ടുള്ള ഒരു ഡിഷാണ്. ഭയങ്കര രസമാണ് ഇത് കാണാനും അതെ കഴിക്കാനും അതെ. കളർഫുള്ളായിട്ട് കുറേ അധികം നേരം പണിയെടുക്കുകയും വേണം ഉണ്ടാക്കാൻ. അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഒന്നിച്ച് ലഭ്യമാക്കണം. അതിന് നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് ഇതിന് വേണ്ടതൊക്കെ കൂടെ പെറുക്കി എടുത്ത് വരണം. മറ്റ് കറികൾ പോലെ അങ്ങനെ നമുക്ക് പെട്ടെന്ന് വിശിക്ക് പെട്ടെന്ന് കാണുന്നത് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കറിയല്ല. ഒരു സ്പെഷ്യൽ വിഭവം തന്നെയാണ്. അപ്പോൾ നമുക്ക് കഴിച്ചിട്ട് അതിൻ്റെ രുചി നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാൻ തോന്നും. ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കരുത്, കാരണം നമ്മുടെ ഹെൽത്തിന് അത്ര നല്ലതൊന്നുമല്ല. വാങ്ങി കഴിക്കുന്നവർ ശ്രദ്ധിക്കുക. അതുപോലത്തെ സാധനങ്ങൾ നമ്മൾ ഹോട്ടലിലൊക്കെ കിട്ടുന്നത് തന്നെയാണ്. പക്ഷേങ്കിൽ നല്ലതല്ല. അവർ സോസൊക്കെ ചേർക്കും, നമ്മൾ സോസൊന്നും ചേർക്കുന്നില്ല. കഴിയുന്ന അത്ര ഹെൽത്തി ആയിട്ടാണ് വീട്ടിലുണ്ടാക്കുക. വീട്ടിലുണ്ടാക്കി കഴിച്ചാൽ നമുക്ക് തന്നെ കുറച്ചും കൂടി ഹെൽത്തി ആയിട്ടൊക്കെ ഉണ്ടാക്കാം. കാഷ്യൂനട്ടിൻ്റെ പേസ്റ്റൊക്കെ ഇങ്ങനെ കുഴമ്പ് പോലെ ഒഴിച്ചിട്ടാണ് അല്ലെങ്കിൽ ഉണ്ടാക്കുക. ഇത് നോർത്ത് ഇന്ത്യൻ ഡിഷാണ്, നാടനല്ല. മുളക് പൊടി കുറച്ചിടുക, 1.5 സ്പൂണോളം മുളക് പൊടി ഇടണം. എരിവ് അതാണ് എരിവുള്ളൂ. പച്ചമുളക് ഇട്ടിട്ടില്ല, ക്യാപ്സിക്കമാണ് ഇട്ടിട്ടുള്ളത്. അതിന് എരിവില്ലല്ലോ. മഞ്ഞളും മുളകും ഉപ്പും, കശുവണ്ടിപ്പരിപ്പ്, ഗ്രീൻ പീസ്, എല്ലാം നന്നായിട്ട് ചേർത്തിട്ട് നമ്മൾ പതുക്കെ ഇളക്കി കൊടുക്കുക. പനീർ ഒന്ന് വാടിക്കഴിഞ്ഞാൽ പിന്നെ പൊടിയില്ല. പനീറിനെ ഇളക്കി കൊടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ക്യൂബായിട്ട് മുറിച്ചിട്ട് തക്കാളിയും ഇട്ട് കൊടുക്കുക. ചുവപ്പ്, മഞ്ഞ, പച്ച, വെള്ള, അങ്ങനെ ഒരു നിറങ്ങളുടെ സംഗമമാണ് ഈ കറി. നാച്ചുറൽ കളർ. ഇതിലധികം മസാലയൊന്നും ഇടില്ല. കുറച്ച് മഞ്ഞൾ, കുറച്ച് മുളകും, ഉപ്പും മാത്രം. നെയ്യിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവും, മണം, നല്ല ഫ്ലേവർ ഉണ്ടാവും.
അതീവ രുചികരമായ ഒരു വിഭവം, വളരെ ഹെൽത്തി ആയിട്ടുള്ള വിഭവം, എന്നാൽ എന്നും കഴിക്കാനും പാടില്ല. വളരെ വിശേഷമായി നമുക്കുണ്ടാക്കി കഴിക്കാവുന്ന ഒരു വിഭവമാണ്. ഇത്തിരി വെള്ളം ഒഴിച്ചെടുക്കുക. കാരണം മഞ്ഞളൊക്കെ ഇതിനൊക്കെ പിടിച്ചാൽ മാത്രമേ ഈ വെള്ള കളറിൽ നിന്ന് ഈ പനീറൊക്കെ ഒന്ന് മോചിതരാവുള്ളൂ. ഒരു തുള്ളി വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് പതുക്കെ ഒന്ന് മറിച്ചിടുക. ഒരു ചതച്ച ഇഞ്ചി കഷ്ണം, ചെറിയൊരു കഷ്ണം ഇഞ്ചി ചതച്ചിട്ടിട്ട് കൊടുക്കുക. ഒരു അധികമാകാൻ പാടില്ല, ഇഞ്ചിയുടെ കുത്തെടുക്കും. ഒരു ചെറിയ പീസ്. 4 വെളുത്തുള്ളിയും ചതച്ചിട്ടിട്ടുണ്ട്. ഈ ക്യാപ്സിക്കം പിന്നെ തക്കാളിയൊക്കെ ജലാംശം കൂടുതലുള്ള പച്ചക്കറികളാണ്. അതിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങി വരും. അപ്പോൾ അത് നമ്മളൊന്ന് വറ്റിച്ച് എടുക്കുക. നല്ല പച്ചയും മഞ്ഞയും ചുവപ്പും ഒക്കെ കൂടിയുള്ള ഒരു കളർ കോമ്പിനേഷനാണ്. പനീറൊക്കെ മഞ്ഞ കളറായിട്ട് മാറും. നമ്മളതിലിട്ട മഞ്ഞൾപ്പൊടി അത് പതുക്കെ ഒന്ന് തിളച്ച് ഇതിലേക്ക് പിടിക്കുമ്പോൾ മഞ്ഞ കളറായിട്ട് മാറും. അല്ലാതെ കുത്തി ഇളക്കി അത് പൊടിയും. എല്ലാത്തിനും ആ കളറൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അനക്കേണ്ട കാര്യമില്ല. ആ നനവൊക്കെ വറ്റി പോകുമ്പോൾ നമുക്കിങ്ങോട്ട് ഇളക്കാം. അപ്പം ഇങ്ങനെ നെയ്യിൽ ഇതൊക്കെ ഇങ്ങനെ ഫ്രൈ ആയ പോലെ കിട്ടും. ഇതിൽ വെള്ളം കുറച്ച് ഇങ്ങനെ ഇറങ്ങി വരാൻ തുടങ്ങും. എന്നിട്ട് അതിങ്ങനെ വറ്റിച്ചങ്ങ് എടുക്കുക. മഞ്ഞയായി തുടങ്ങി നമ്മുടെ പനീറൊക്കെ. നല്ലോണം മഞ്ഞയായി കഴിയുമ്പോഴത്തേക്കും അതിൽ നെയ്യൊക്കെ പിടിച്ചിട്ട് അതിങ്ങനെ ഫ്രൈ ആയിട്ട് വരും. നല്ല ടേസ്റ്റായിരിക്കും. അപ്പോൾ അത് വറുത്തിട്ടിടുകയൊന്നും വേണ്ട. ചിലപ്പോൾ ഇങ്ങനെ വറുത്തിട്ട് ഉണ്ടാക്കാം. പക്ഷെ അതൊന്നും ഹെൽത്തി അല്ല, ഒട്ടും ഹെൽത്തി അല്ല. വറുത്തിട്ടിട്ട പിന്നെ ഇളക്കിയാലൊന്നും അതങ്ങനെ കുഴയൊന്നുമില്ല. ഇതാണ് നമ്മളുടെ കറി. ഇനി ഇത് വറ്റി തയ്യാറായി വരുമ്പോഴത്തേക്ക് ഇലയൊക്കെ തയ്യാറാക്കി വയ്ക്കുക. നമുക്ക് സെർവ് ചെയ്യാൻ ഒരു പരന്ന ഡിഷിൽ ഒരു ഇലയൊക്കെ വെച്ചിട്ട് അതിലേക്ക് ഇട്ടാൽ ഈ പച്ച ഇലയിൽ ഇത് ഭയങ്കര രസമായിരിക്കും കാണാൻ. കറിയിലേക്ക് നമ്മൾ ഇലകൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. മല്ലി ഇലയും പുതിന ഇലയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പുതിന ഇല കുറച്ചേ ഇടാവൂ, മല്ലി ഇല ഒരു പിടി ഇടാം. വെന്ത് വരുമ്പോഴാണ് ഇട്ട് കൊടുക്കുക. തീ ഓഫാക്കാൻ നേരം ഇലകൾ ഇട്ട് കൊടുക്കുക. പതുക്കെ ഇളക്കി മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ എല്ലാത്തിലും നെയ്യൊക്കെ പിടിച്ചിട്ടുണ്ടാവും. കാഷ്യൂനട്ട് ഇതൊക്കെ ഇങ്ങനെ ഈ പറഞ്ഞ എല്ലാ രസങ്ങളും കൂടി നട്ടി ഫ്ലേവറുള്ള ഒരു കറിയാണ്. കാഷ്യൂനട്ട് നിറയെ ഇടുന്നുണ്ട് ഇതിനകത്ത്. ഇങ്ങനെ നമ്മൾ കഴിക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഇങ്ങനെ എടുത്ത് നിൽക്കും.
നല്ല പനീർ വാങ്ങിക്കണം. പനീർ വീട്ടിൽ ഉണ്ടാക്കാം, നമുക്ക് പാല് പിരിച്ചിട്ട്. അതത്ര ഭംഗി ഉണ്ടാവില്ല ഉണ്ടാക്കിയത് കാണുമ്പോൾ. ക്യൂബായിട്ട് മുറിച്ചിട്ടിട്ട് നമ്മൾ അമുലിൻ്റെ പനീർ നല്ലതാണ്, മിൽക്കി മിസ്റ്റിൻ്റെ നല്ലതാണ്. അങ്ങനെ നല്ല പനീർ കൊണ്ട് ഉണ്ടാക്കണം. അപ്പോഴേ അതിൻ്റെ ഒരു നല്ല കാണാനും കഴിക്കാനൊക്കെ ഒരു ഇതുണ്ടാവുള്ളൂ. ഫ്രൈഡ് പനീർ തയ്യാറായി. ഇലകളൊക്കെ നമുക്ക് തൂവിയിട്ട് എടുക്കാം. എന്താണെന്നോ എന്തൊരു ഭംഗി, കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നില്ലേ? അപ്പം എല്ലാവരും വീട്ടിലുണ്ടാക്കി കഴിക്കുക. വലിയ റെസ്റ്റോറൻറ്റിലൊക്കെ പോയാൽ വാങ്ങിക്കാൻ കിട്ടും, നല്ല പൈസയാവും. നമ്മൾ വാങ്ങിയിട്ടുണ്ടാക്കുമ്പോൾ അത്രയാവില്ല, എന്നാലും അത്യാവശ്യം ചിലവൊക്കെ ഉള്ളൊരു കറിയാണിത്. ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ എണ്ണിപ്പെറുക്കി വാങ്ങി ഉണ്ടാക്കി നോക്കുക, വളരെ നല്ലതാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ്. ചോറിൻ്റെ കൂടെ, അപ്പത്തിൻ്റെ കൂടെ ഒക്കെ നല്ലതാണ്. ചപ്പാത്തിയുടെ കൂടെ, എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാം. നല്ല പച്ച ഇലയിൽ വിളമ്പ്, നല്ല രസമായിരിക്കും. കളറൊക്കെ കൂടെ വാഴ ഇലയിൽ കാണാൻ. അപ്പോൾ പനീറൊക്കെ ഒന്ന് ഫ്രൈ ആയ പോലെ ആയിട്ടുണ്ട്. ക്യാപ്സിക്കങ്ങളെല്ലാം പല നിറത്തിൽ, ഗ്രീൻ പീസിൻ്റെ കഷ്ണങ്ങൾ, കാഷ്യൂനട്ടിൻ്റെ കഷ്ണങ്ങൾ, വഴന്ന ഉള്ളി എല്ലാം കൂടെ നെയ്യിലാണ് ഇത് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് നല്ല മണമാണ്. അതീവ ഹൃദ്യം, ഒരു വേണുഗാനം പോലെ.
പ്രിയപ്പെട്ട കൂട്ടുകാരെ, അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ പാചകം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.